ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പല കേസുകളും പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നടി പാർവതി തിരുവോത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും കാലമായല്ലോ എന്തുകൊണ്ട് പല കാര്യങ്ങളും പുറത്തു വരുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ ആരെയാണ് നമ്മളെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭയക്കുന്നത്? ഇപ്പം ഈ സംവിധായകയായിട്ടുള്ള വിധു വിൻസെന്റ് ഈ പാർവതി തിരുവോത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് താരങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ കാടടച്ച് വെടിവെക്കരുത് എന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞത് അങ്ങനെ? വിധു വിൻസെന്റ്. അതായത് ഈ 5.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഗവൺമെൻറ്റാണ്. ജസ്റ്റിസ് ഹേമയെ നിയമിച്ചുള്ള ആരാ? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് നിയമിച്ച ശേഷം അത് റിപ്പോർട്ട് കൊടുത്ത ശേഷം ആ റിപ്പോർട്ട് കിട്ടിയ ഞെട്ടിപ്പോയ പിണറായി വിജയനും സംഘവും അത് പൂഴ്ത്തിവെച്ചു. ആ റിപ്പോർട്ട് അന്ന് തന്നെ മോഹൻലാലിനും അതേപോലെ മമ്മൂട്ടിക്കും ചോർത്തി കൊടുത്തിരുന്നു. അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ 5.5 കൊല്ലം പൂഴ്ത്തിവെച്ചാൽ ഏതെങ്കിലും നടികൾ അതിന് തയ്യാറാകുമോ? ഇത് കൊടുത്ത ദിവസം തന്നെ മോഹൻലാലിനും മമ്മൂട്ടിയും കിട്ടിയപ്പോൾ തന്നെ ഈ നടികളെയൊക്കെ തന്നെ ഒന്നുകിൽ നിങ്ങൾ സഹകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താവുക, നിങ്ങൾക്ക് അവസരമില്ല എന്നുള്ള രൂപത്തിൽ കൃത്യമായി അവരെ ഒതുക്കുകയായിരുന്നു, എല്ലാ തരത്തിലും പീഡിപ്പിക്കുകയായിരുന്നു. അത് ഗവൺമെൻറ്റാണ് കാരണക്കാർ. ഈ റിപ്പോർട്ട് കിട്ടിയ അന്ന് തന്നെ എന്തുകൊണ്ട് പോലീസിനെ കേസെടുക്കാൻ വേണ്ടി അയച്ചില്ല? അവസാനം ഹൈക്കോടതി ഇടപെട്ടിട്ടല്ലേ ഈ 5.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് കേസെടുക്കാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ കേസ് എടുത്ത കാര്യത്തിൽ 35 കേസുകൾ എടുത്തു. ബലാത്സംഗ കേസുകളാണ്. ഈ ബലാത്സംഗ കേസുകളിലെല്ലാം തന്നെ അതേപോലെ പോക്സോ കേസ് അടക്കമുണ്ട്. മോഹൻലാലിനെതിരെ പോക്സോ കേസ് അടക്കമുണ്ട് എന്നുള്ളതിൻ്റെ ഫ്ലാഷ് എന്നുള്ള സിനിമയുടെ വിവരങ്ങൾ അവരുടെ പ്രവർത്തകരെയൊക്കെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തിയിരുന്നു. അപ്പം ഇത്രയും നടക്കുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ ഗവൺമെൻറ് ഇത് പിൻവലിക്കാൻ പറ്റില്ല. നിയമപ്രകാരം ഇത് വിചാരണ നടക്കണം. ഈ ബലാത്സംഗ കേസുകൾ അതേപോലെ പോക്സോ കേസുകൾ സുപ്രീം കോടതി വിധി പ്രകാരം കൃത്യമായി പറയുന്നത് എന്താണ്? ഈ കേസുകളിൽ വിചാരണ കൂടാതെ പിൻവലിക്കാൻ പറ്റില്ല. ഒരു കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി വിചാരണ നടക്കണം. കേസ് എടുത്തു കഴിഞ്ഞാൽ വിചാരണ നടക്കണം. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഗവൺമെൻറ് ഈ കേസ് അട്ടിമറിക്കാൻ പോകുന്നു എന്ന് നമുക്ക് നേരത്തെ വിവരണമുള്ളതാണ്. അതിൻ്റെ അത് മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. FIR ഒക്കെ രജിസ്റ്റർ ചെയ്തു. ഒക്കെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ രഹസ്യമായി സൂക്ഷിച്ചു വെച്ച കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പല സിനിമാ നടികളെയും ഒന്നിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ അവരെ അവസരങ്ങൾ അവർക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്തരങ്ങൾ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടിക്കുന്ന തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് സമയത്തിന് കൊടുത്തത്. എന്നാൽ ഇത് 5.5 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും അവരുടെ ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്തത്. അതിന് കാരണം 1-ാം പ്രതി പിണറായി വിജയനാണ്, 2-ാം പ്രതി സജി ചെറിയാനാണ്. കാരണം 3-ാം പ്രതിയാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആയി വരുന്നത്. ഇപ്പം ഇവരുമായിട്ടുള്ള ധാരണ പ്രകാരമാണ് ഈ അട്ടിമറി നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ കേസ് പിൻവലിക്കുന്നത്. അല്ലാതെ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അന്വേഷണം നടന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കി ആളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് മാത്രമാണ് ഇത്. ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടാണ് ജസ്റ്റിസ് അത് ചെയ്തത്. ആ റിപ്പോർട്ടിന് ഇപ്പം എന്താണ് ആ പൈസക്കാരൻ തിരിച്ചിതാവുക? എത്ര കോടികൾ ചെലവഴിച്ചു? അതായത് ആരൊക്കെയോ ഭയക്കുന്നുണ്ട്. പ്രധാന ചീങ്കണ്ണികൾ ഇതിൽ കൃത്യമായിട്ട് നമ്മൾ കേസെടുക്കുകയാണെങ്കിൽ പ്രധാന ചീങ്കണ്ണികളൊക്കെ പിടിപെടും എന്നൊരു, മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഇതിൽ കുടുങ്ങും എന്നുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിൻ്റെ പേജ് വെട്ടിമാറ്റി കൊടുത്തു. ആരാ വെട്ടിമാറ്റാൻ? പിണറായി വിജയൻ എന്താ അധികാരം? ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് വിവരാവകാശ നയപ്രകാരം അപേക്ഷിച്ചപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ആ പേജുകൾ എന്താണ് വെട്ടിമാറ്റാൻ കാരണം? പിന്നെ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ വന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അന്ന് എന്തായിരുന്നു? കരച്ചിലായിരുന്നു. ഗവൺമെൻറ് ഞങ്ങളെ കൂടെയാണ് എന്നാണ് പറഞ്ഞത് നടികളോട്. ഈ WCCയിലെ മെമ്പർമാരോട് പറഞ്ഞ എന്താ? ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്തേ കൂടെയല്ലേ? അതായത് ഇതിലിപ്പം പ്രധാനമായിട്ടും നടിമാരുടെ ഡോറിന് കതവിന് രാത്രി വന്ന് മുട്ടുക, അതോടൊപ്പം തന്നെ മാത്രമല്ല ലൈംഗികപരമായിട്ട് പല രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതിനപ്പുറം ചില ലഹരി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അതും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ, പ്രത്യേകിച്ചും പല ആളുകളും പറയുന്ന പോലെ മട്ടാഞ്ചേരി മാഫിയ,
അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് മലയാള സിനിമയിൽ വലിയ രീതിയിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അവരെ ഭയക്കുന്നുണ്ടോ? ഇതിൽ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൻ്റെ എല്ലാ തരത്തിലും സിനിമാ രംഗത്ത് നടക്കുന്ന അധോലോക മാഫിയയുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രമുഖരായ നടന്മാരും അതേ പ്രമുഖരായ നടിമാരടക്കം, ഏത് പ്രമുഖ നടികൾ കൂട്ടിക്കൊടുപ്പുകാരിയാണെന്ന് ഇതിൻ്റെ പറയുന്നുണ്ട്. ചില പ്രമുഖ നടികളടക്കം കൂട്ടിക്കൊടുപ്പുകാരികളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ശരിക്കും അന്വേഷണം പോയി കഴിഞ്ഞാൽ പലരുടെയും തല തെറിക്കും. ഇന്ന് നമ്മൾ കാണുന്ന മലയാള സിനിമയിലെ ഏറ്റവും തലതൊട്ടന്മാർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മുഖം പിച്ചി ചീന്തി നശിപ്പിക്കും. അവർ ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ തന്നെ പിണറായി വിജയൻ ഉള്ളപ്പോൾ കാശ് അവിടെ കൊണ്ടുകൊടുക്കുകയും പിന്നെ അവർക്ക് തന്നെ ഇവരെ കൊണ്ട് ഉപയോഗിക്കാനുള്ള നാളെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇവരെ ഇറക്കി ഉപയോഗിപ്പിക്കാൻ പറ്റും. മോഹൻലാലൊക്കെ ഇലക്ഷന് വേണ്ടി പിണറായി വിജയന് വേണ്ടിയിട്ട് നാളെ പ്രചരണത്തിന് ഇറങ്ങുന്നത് നോക്കിക്കോളൂ. അവരുടെ പേരും പ്രശസ്തിയും പിണറായി വിജയന്റെ കാൽ കീഴിൽ കൊണ്ടുവെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ധാരണപ്പുറത്താണ് ഈ സംഭവം അട്ടിമറിച്ചതെന്നുള്ളത് സംശയമില്ലാത്തത് നമുക്ക് പറയാൻ പറ്റും. കാരണം ഫ്ലാഷ് എന്നുള്ള സിനിമയുടെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ പോക്സോ കേസ് മോഹൻലാലിന് എടുത്തു എന്ന് പറയുന്ന വിവരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എന്ന് എന്നോട് സിബി മലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ളത്. അപ്പം ഇതാണ് നടക്കുന്നത്.